ഹലോ, എല്ലാവർക്കും AM കിച്ചൺ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് നാളായിട്ടുണ്ട് ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഓരോരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തടസ്സങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. അപ്പോൾ നല്ലൊരു പനീർ ബട്ടർ മസാല ആയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പനീർ ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തൊന്ന് സോഫ്റ്റാക്കി എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മിൽമേൻ്റെ പനീറാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിതിലെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ബട്ടറിലല്ല ചെയ്യണത്, നെയ്യിലാണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച്, നല്ല മിൽമേൻ്റെ നെയ്യ്. അപ്പോൾ ആ നെയ്യ് ഒഴിച്ച് നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് പനീർ ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഒരു ടേസ്റ്റ് കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അതുകൊണ്ട് പിന്നെ നമ്മുടെ പൂർവികരൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് കാണുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നുണ്ടേ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒരു അങ്ങനെയൊക്കെ ഒരു പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ നമ്മളും അതൊക്കെ ഒന്ന് ചെയ്യുമല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ ആ നെയ്യിൽ കൂടെ കുറച്ചും കൂടെ ഒരു 1/2 ടീസ്പൂൺ നെയ്യൂടെ ചേർത്ത് അതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുറച്ച് അണ്ടിപ്പരിപ്പ് ഇത്രയൊന്ന് വറുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് മൂത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയൊക്കെ ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പ് ഞാനിതിലേക്ക് ചേർത്ത് ചെറിയ ജീരകമാണ് കേട്ടോ. വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച്. നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ തയ്യാറാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം, ചെറിയ ജീരകമൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഇങ്ങനെ മുന്നിട്ട് നിൽക്കുമല്ലോ, അതിനും വേണ്ടിയിട്ട്. പിന്നെ ഞാനിത് അതിലേക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് നന്നായിട്ടിതൊന്ന് വഴറ്റി ഒന്ന് ഒരു 1/4 വേവാകുമ്പോൾ ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയണതാണ്, എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. പിന്നെ ഞാനിതിലേക്ക് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇനി നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുള്ളത്, അത്യാവശ്യം പുളിയുള്ളതായിരുന്നു. പിന്നെ ഇതിന് ഒരുപാട് പുളിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ ആ കറിക്ക് ആവശ്യത്തിനുള്ള പുളിക്കനുസരിച്ച് ഒരു തക്കാളി എടുത്തു. പിന്നെ ഞാനിതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അടപ്പൊക്കെ മാറ്റിയപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിക്കൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താക്കണം, നമുക്കിതൊന്ന് ചൂടാറി അരച്ച് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വഴന്ന് വന്ന കൂട്ടിലേക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എരിവിനുള്ളത് തന്നെ ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് ഇപ്പോൾ എന്തായി, കുറച്ച് എരിവ് കൂടിപ്പോയി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഞാൻ ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ അതേ പാനിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നമുക്ക് മസാല നമുക്കൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. ഒരുപാട് നമ്മൾ വഴറ്റിയൊക്കെ വേവിച്ചെടുത്തതാണ് എങ്കിൽ കൂടി നമുക്കൊന്നുകൂടെ ഈ മസാല നമുക്ക് ഈ നെയ്യിൽ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാനൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നമ്മളൊന്ന് ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള പനീറുണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കസൂരി മെത്തി ഉണ്ടെങ്കിൽ അത് ചേർക്കുക, മല്ലിയില ചേർക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ 2 ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ 2 ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പനീറൊക്കെ ഞാൻ ആ പ്ലേറ്റോട് കൂടി ഇങ്ങനെ തട്ടാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. അപ്പോൾ ഞാനത് കൈ വെച്ചിട്ട് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പനീർ ഞാൻ ഗ്രേവിയിൽ ചേർത്ത് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണേ. എന്നിട്ട് നമുക്കിതിലേക്ക് കസൂരി മെത്തിയും മല്ലിയിലയും എല്ലാം ചേർത്ത് നമ്മുടെ കറി ഞങ്ങൾ പൊലിപ്പിച്ചെടുക്കാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നുപോയി കേട്ടോ, നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും.
നമ്മളിതിലേക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ ഈ മസാല ഒന്ന് വഴറ്റിയെടുത്ത് ഇതൊന്ന് അരച്ചെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കറി പെട്ടെന്ന് തയ്യാറാവും. അപ്പോൾ അത് ആ കസൂരി മേത്തി ചേർത്ത് കൊടുത്തു. വീണ്ടും അതൊന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുത്തു. ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടെ കുറച്ചധികം മല്ലിയില ഉണ്ടായിരുന്നു, അവിടെ കിടക്കട്ടെ എന്ന് കരുതി മല്ലിയിലയും ചേർത്ത് കൊടുത്തു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ മല്ലിയിലേൻ്റെ കറിയിൽ ചേർക്കുന്നത്. സാമ്പാറിലാണെങ്കിലും ചിക്കനും മീനും ഞാൻ അതിലൊക്കെ ചേർക്കാറുണ്ട് കയ്യിലുണ്ടെങ്കിൽ. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കറിയൊക്കെ ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തൊക്കെ ചേർത്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് കുറച്ച് കട്ടയായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ ഏകദേശം ഒരു കണക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അതും കൂടെ ചേർത്ത് നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള പനീർ ബട്ടർ മസാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഞാനിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയും അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിത് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് അറിയാം, എങ്കിലും ഒന്നുകൂടെ പറയുകയാണ്, എല്ലാവരും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ദാ നമ്മുടെ ചപ്പാത്തീൻ്റെ കൂടെ നല്ല ഗ്രേവിയിലുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ പനീർ ബട്ടർ മസാലയും കൂടെ ചേർത്ത് ഇന്നത്തെ ഡിന്നർ ഞങ്ങൾ അങ്ങോട്ട് ഉഷാറാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം. താങ്ക് യു.